നമ്മളൊരു പുൽക്കൂട് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അതിന് നമ്മൾ ആദ്യം എടുക്കുന്നത് കുറച്ച് ഹൈറ്റ് ഉള്ളൊരു കാർഡ്ബോർഡിൻ്റെ ബോക്സാണ് എടുക്കുന്നത്. അതിൻ്റെ ഒരു കോർണറിലായിട്ട് നമുക്ക് കുഞ്ഞ് 2 തെർമോക്കോളിൻ്റെ പീസസ് കൂട്ടി ഒട്ടിച്ചു കൊടുക്കാം. ഒരു ഹൈറ്റുള്ള ഫ്ലോറാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ മുന്നിൽ നമുക്കൊരു വാൾ ക്രിയേറ്റ് ചെയ്യണം. അതിൽ നമുക്ക് ആർച്ച് ഷേപ്പിലൊരു വാതിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ വാതിലിൻ്റെ ചുറ്റും നമുക്ക് കല്ല് പാകിയ പോലത്തെ ഒരു ഷേപ്പാണ് വേണ്ടത്. അതിന് നമുക്ക് കുറച്ച് കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കാം. കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചുറ്റും ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ആർച്ചിൻ്റെ മുകൾ വശത്ത് കുറച്ച് ചെറിയ പീസസും താഴ്ഭാഗത്ത് കുറച്ച് വീതി കൂടിയ പീസസും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ഭിത്തിയുടെ ഓരോ കോർണറിൽ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടികയുടെ ഷേപ്പിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു പീസസ് ഒട്ടിച്ചു കൊടുക്കാം. അത് കൃത്യമായ ഒരു ഷേപ്പ് വേണമെന്നൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിന് ഓരോരോ മൂലയ്ക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മളിത് തെർമോക്കോളിൽ ഫിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ശരിക്കും പശ ഒട്ടിച്ച് ഫിക്സ് ചെയ്യണമെന്നൊന്നുമില്ല, നമ്മളിതിൻ്റെ മുകളിൽ വേറെ സാധനങ്ങളൊക്കെ ഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം അത് നല്ല ഉറപ്പ് വന്നോളും. അതിൻ്റെ മുന്നിൽ നമ്മളൊരു തെർമോക്കോളിൻ്റെ പീസ് വെച്ച് ഒരു ഫ്ലോർ ആക്കി എടുക്കുകയാണ്. അതുപോലെ ഈ സൈഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റെപ്പാണ്, ആർച്ച് ഷേപ്പിലുള്ള ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ അതിന് നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് ആർച്ച് ഷേപ്പിൽ തെർമോക്കോൾ കട്ട് ചെയ്തതിന് ശേഷം ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ അവിടെ ഒരു ഫ്ലോർ വന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇതിൻ്റെ ബാക്ക് വശമാണ്. അവിടെ നമ്മൾ ആ ലെവലിൽ തന്നെ, അതായത് ആ ഫ്ലോറിൻ്റെ സ്റ്റെപ്പ് കയറി വരുന്ന ഫ്ലോറിൻ്റെ ലെവലിൽ നമ്മൾ തെർമോക്കോൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ആർച്ചിൻ്റെ താഴ്ഭാഗത്ത് 2 വശത്തും നമ്മൾ ഷേപ്പ് കിട്ടാൻ വേണ്ടി ചെറിയ ബോർഡ് പീസ് കട്ട് ചെയ്തിട്ട് നമ്മളൊരു ഷേപ്പിലാക്കി ഫിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം ഈ വാളിൻ്റെ 2 സൈഡിലും സ്ട്രോ വെച്ച് 2 പില്ലറാണ് നമ്മൾ ആക്കി കൊടുക്കുന്നത്. അത് നമ്മൾ ഫിക്സ് ചെയ്തു. ഇനി നമ്മൾ സ്റ്റെപ്പിന് താഴെയായിട്ട് നമ്മൾ 2 സ്ട്രോയിൻ്റെ കുഞ്ഞു പീസസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റെപ്പ് ചെറിയ സ്റ്റെപ്പാക്കി മാറ്റണം. തെർമോക്കോളിൻ്റെ വീതി ഹൈറ്റിലായിരുന്നു നമ്മൾ സ്റ്റെപ്പ് ആക്കിയത്. അത് മാറ്റി നമുക്ക് കുറച്ചുകൂടെ ഹൈറ്റ് കുറഞ്ഞ സ്റ്റെപ്പായിട്ട് കട്ട് ചെയ്യാം. അതും കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് വാൾക്കയർ പുട്ടിയാണ്. അത് നമുക്ക് പെയിൻറ് പോലെ ഫുൾ അടിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റെപ്പിൻ്റെ സൈഡിൽ ഒരു കൈവരി നമുക്ക് ആക്കിയെടുക്കണം. അതിന് ഞാൻ ഉപയോഗിക്കുന്നത് ക്ലേ ആണ്. ക്ലേ നമുക്ക് പരത്തിയെടുത്ത് ഈ റെയിൽ പോലെ ആക്കി കൊടുക്കാം. 2 സ്ട്രോയിനെ ചുറ്റിയതിന് ശേഷം കറക്റ്റ് ഷേപ്പിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡിലും ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക് നമുക്ക് അടച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഫ്ലോറിൽ സ്റ്റെപ്പ് കയറി വരുന്ന ഫ്ലോറിൽ ഒരു ഡോറും കൂടെ നമ്മൾ ആക്കി കൊടുത്തിട്ടുണ്ട്. സ്ട്രോ എല്ലാം നമുക്ക് ആവശ്യമുള്ള ഹൈറ്റിൽ നമ്മൾ കട്ട് ചെയ്തു. അതിനുശേഷം ഒരു റൂഫും കൂടെ നമ്മൾ ഫിക്സ് ചെയ്യുകയാണ്. വശത്തൊരു തൊഴുത്താക്കി കൊടുക്കണം. അതിന് ഒരു തെർമോക്കോൾ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒന്നും കൂടെ വെച്ച് ഒരു ഹൈറ്റുള്ള പ്രതലമാക്കി നമ്മൾ എടുത്തു.
അതുപോലെ ഉൾവശത്ത് നമ്മുടെ സ്റ്റെപ്പ് കയറി വരുന്ന ഫ്ലോറിൽ നമുക്കൊരു റെയിൽ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ തൊഴുത്തിൻ്റെ 2 വശത്തും 2 പില്ലർ ആക്കി എടുക്കുവാണ്. അതിന് നമ്മൾ ചതുരാകൃതിയിൽ ഒരു ബോർഡ് കട്ട് ചെയ്തതിന് ശേഷം ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ അതിൻ്റെ മുന്നിൽ ഒരു ആർച്ച് ഷേപ്പിൽ, അതായത് 2 ആർച്ച് ചേർന്ന ഒരു ഷേപ്പിൽ നമുക്കൊരു ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ പില്ലറിൻ്റെ 2 വശത്ത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ നമുക്ക് നേരത്തെ നമ്മൾ ഇഷ്ടികയുടെ ഷേപ്പിൽ കട്ട് ചെയ്തതുപോലെ കാർഡ്ബോർഡ് പീസസ് കട്ട് ചെയ്തതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കാം. അതിന് ശേഷം ടിഷ്യൂ പേപ്പർ നമ്മൾ എടുത്തിട്ടുണ്ട്, അത് വാൾ കെയർ പുട്ടി വെച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തൊഴുത്തിൻ്റെ ബാക്ക് വശം ചെയ്തെടുക്കാം. അതിന് ഇതുപോലെ കാർഡ്ബോർഡ് പീസസ് കട്ട് ചെയ്ത് വാൾ കെയർ പുട്ടി വെച്ച് ഒട്ടിച്ചു കൊടുത്തു. ഫ്ലോറും എല്ലാ സ്ഥലവും കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ വാൾ കെയർ പുട്ടി തന്നെയാണ് തേച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് തൊഴുത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന ഒരു വഴി ക്രിയേറ്റ് ചെയ്യണം. അതിന് നമ്മളൊരു തെർമോക്കോൾ തൊഴുത്തിൻ്റെ അതേ ഹൈറ്റിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു ചെരിവ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൈഡ് കട്ട് ചെയ്തെടുത്തു. ഇത് നമ്മളത് ഒട്ടിച്ചു കൊടുക്കുവാണ്. ഉണ്ടാക്കുന്നത് കുറച്ച് പലകയാണ്. അതിന് നമ്മൾ ചെറുതായിട്ട് കാർഡ്ബോർഡ് കട്ട് ചെയ്തതിന് ശേഷം ടിഷ്യൂ ഒട്ടിച്ചു കൊടുക്കുകയാണ്. വാൾ കെയർ പുട്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. പുട്ടി താഴ്ഭാഗത്ത് കുറച്ച് തേച്ച് കൊടുത്തതിന് ശേഷം ഈ പലകയൊക്കെ നമുക്ക് അവിടെ ഒന്ന് ഫിക്സ് ചെയ്തെടുക്കാം. തൊഴുത്തിൻ്റെ ഫ്രണ്ടിലും 2 പലക വെച്ച് കൊടുക്കണം. അതിന് കുറച്ച് ലെങ്ത്തിൽ നമ്മൾ കാർഡ്ബോർഡ് കട്ട് ചെയ്ത് ടിഷ്യൂ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമുക്കിവിടെ ഫിക്സ് ചെയ്യാം. ഇനി നമുക്ക് പുറകുവശത്ത് ഒരു തൂണ് വേണം. അതിന് ഞാനൊരു മരക്കഷ്ണമാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് പേപ്പർ ചുരുട്ടിയെടുക്കാം. അത് നമ്മൾ ഫ്രണ്ടിൽ, അതായത് തൊഴുത്തിൻ്റെ വഴി ആരംഭിക്കുന്ന ആ സൈഡിൽ കോർണറിലായിട്ട് നമുക്കൊരു പാറ ഫിക്സ് ചെയ്യണം. അതുപോലെ തന്നെ തൊഴുത്തിൻ്റെ പുറകുവശത്ത് നമുക്ക് ഇതുപോലെ പാറയുടെ ഒരു ഷേപ്പിൽ ക്രിയേറ്റ് ചെയ്തെടുക്കണം. അതിനും പേപ്പർ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പേപ്പർ ചുരുട്ടി വെച്ചതിന് ശേഷം ടിഷ്യൂ വെച്ച് ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ഈ സ്പേസ് നമുക്ക് അടച്ചു വെക്കാം. അതിന് നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ പലക ഉണ്ടാക്കി അത് നമ്മൾ അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കുറച്ചുകൂടെ വലിയൊരു കാർഡ്ബോർഡ് പീസ് എടുക്കാം. അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഹൈറ്റുള്ള കാർഡ്ബോർഡ് ബോക്സ് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു വെള്ളച്ചാട്ടം ആക്കാനാണ്. അതുകൊണ്ടാണ് ഈ ഹൈറ്റ് നമ്മൾ ആക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് വേണ്ട ഷേപ്പിൽ നമുക്ക് തെർമോക്കോൾ പീസസ് കട്ട് ചെയ്ത ശേഷം ഒട്ടിച്ചു കൊടുക്കാം. കട്ട് ചെയ്യുമ്പം കറക്റ്റ് ഷേപ്പിലൊന്നും വേണ്ട, നമുക്ക് പൊട്ടിച്ചെടുക്കുന്ന രീതിയിൽ തെർമോക്കോൾ കട്ട് ചെയ്താൽ മതി.
അത് നമുക്ക് വാൾ കെയർ പുട്ടി തന്നെ ഉപയോഗിച്ച് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെയാണ് വെള്ളച്ചാട്ടം ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമ്മളൊരു ബോക്സ് വെച്ചൊരു ഹൈറ്റ് ക്രിയേറ്റ് ചെയ്തെടുത്തു. ബാക്കി എല്ലാ സ്ഥലവും നമ്മൾ അടച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസസ് തെർമോക്കോൾ യൂസ് ചെയ്ത് ആ ഹോളൊക്കെ നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. ഇപ്പം നമുക്ക് ഏകദേശം ഒരു ഫ്ലോർ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് വാൾ കെയർ പുട്ടി തന്നെ ഉപയോഗിച്ച് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മറ്റേ വശത്ത് നമുക്ക് ഇതുപോലെ തന്നെ കുറച്ച് പാറക്കൂട്ടം ക്രിയേറ്റ് ചെയ്തെടുക്കണം. അതിന് നമുക്ക് ഒരു ബേസിന് വേണ്ടിയിട്ടാണ് ഒരു നല്ല ഉറപ്പുള്ളൊരു സ്റ്റിക്ക് എന്തെങ്കിലും നമ്മളവിടെ ഒട്ടിച്ചു കൊടുത്ത് ബാക്കിയെല്ലാം നമുക്ക് പേപ്പർ ചുരുട്ടി തന്നെ അതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമുക്ക് ടിഷ്യൂ നനച്ചതിന് ശേഷം വാൾ കെയർ പുട്ടിയിൽ നനച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പേപ്പർ ചുരുട്ടി അവിടെ വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇത് നല്ലൊരു ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കണം. അതിന് വാൾ കെയർ പുട്ടി തന്നെ വെച്ച് ഗ്യാപ്പെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളച്ചാട്ടത്തിൻ്റെ ഈ വശത്ത് നമുക്കൊരു റോഡ് ക്രിയേറ്റ് ചെയ്യാം. അതിന് പ്ലെയിൻ ആയിട്ടുള്ള തെർമോക്കോൾ ഉപയോഗിച്ച് നമുക്കൊരു വഴി ഉണ്ടാക്കിയെടുക്കാം. പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ ആണ് നമുക്ക് വേണ്ടത്. കിണറാണ് ആക്കിയെടുക്കുന്നത്. അതിന് ക്ലേ ഉപയോഗിച്ച് നമ്മളൊരു കിണറിൻ്റെ ഷേപ്പിൽ ആക്കി വെച്ചതിന് ശേഷം അതിൻ്റെ ഫ്ലോറും നമ്മൾ ക്ലേ ഉപയോഗിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിന് നമുക്ക് ഒരു കട്ടയുടെ ഷേപ്പിലൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. കിണറിൻ്റെ കപ്പി ഇടാൻ വേണ്ടിയിട്ടൊരു സാധനം ആക്കി കൊടുക്കണം. അതിന് നമ്മൾ ക്ലേ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ക്ലേ ഉപയോഗിച്ച് അതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റിക്ക് എന്തെങ്കിലും കൊടുക്കണം. എന്നാലും നമുക്കൊരു ഉറപ്പ് ബലം കിട്ടുള്ളൂ. കിണറിൻ്റെ സൈഡിലായിട്ടൊരു വാട്ടർ ടാങ്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് ക്ലേ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കുറച്ച് വാൾ കെയർ പുട്ടി നിരത്ത് ഒട്ടിച്ചതിന് ശേഷം ഈ ബോക്സ് നമുക്കവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അതും നമ്മൾ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സൈഡിൽ നമുക്ക് 2 സ്റ്റെപ്പ് ആക്കി കൊടുക്കാം. കിണറിൻ്റെ അടുത്തോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പാണിത്. അത് നമ്മൾ ആർച്ച് ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ
മെയിൻ ഏരിയയുടെ ഉള്ളിൽ നമുക്കൊരു ഡെക്കറേറ്റീവ് ഐറ്റം ചെയ്യാം. അത് നമ്മളൊരു കാർഡ്ബോർഡ് ആർച്ച് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തതിന് ശേഷം ചുറ്റിലും ക്ലേ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് പെയിൻറ് ചെയ്ത് കൊടുക്കാം. പെയിൻറ് ചെയ്യാൻ നമ്മൾ ഫുള്ളായിട്ടും വാൾക്കയർ പുട്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഫ്ലോർ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിനും നമ്മൾ വാൾക്കയർ പുട്ടി ചെയ്ത് ഫിക്സ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം കുറച്ച് കാർഡ്ബോർഡ് പീസസ് കുറച്ച് വീതിയിൽ പല പല ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം ഇറഗുലറായിട്ട് നമ്മളതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിൽ വാൾക്കയർ പുട്ടി തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യരുത്. ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്രയും വാൾക്കയർ പുട്ടി മാത്രമേ നമ്മൾ ചെയ്ത് കൊടുക്കാവുള്ളൂ. ഇനി നമ്മൾ ഫ്രണ്ടിൽ 2 മതിലുണ്ടാക്കാൻ പോവുകയാണ്. വഴിക്ക് ഉള്ള സ്ഥലം വിട്ടതിന് ശേഷം കുഞ്ഞു തെർമോക്കോള് നമ്മൾ കട്ട് ചെയ്തെടുത്തു. കറക്റ്റ് ഷേപ്പിലല്ലാതെ അത് നമ്മൾ 2 സൈഡിൽ ഒട്ടിച്ചു കൊടുത്തു. അതും നമുക്ക് പെയിൻറ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇവിടെ തൊഴുത്തിൻ്റെ ബാക്കിലായിട്ടൊരു സ്പേസ് ഉണ്ട്. അവിടെ നമുക്കൊരു ടവർ ഉണ്ടാക്കിയെടുക്കണം. അതിന് നമുക്ക് കുറച്ച് ഹൈറ്റുള്ള ഒരു ബോക്സ് വെച്ച് അതിൻ്റെ മുകളിൽ നമ്മളൊരു പേപ്പർ ഗ്ലാസ് ആണ് യൂസ് ചെയ്യുന്നത്. പേപ്പർ ഗ്ലാസ്സിന് ചുറ്റും നമുക്ക് കാർഡ്ബോർഡ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അതും നേരത്തെ ചെയ്ത പോലെ തന്നെ ഇറഗുലർ ആയിട്ടുള്ള പീസസ് ആണ് യൂസ് ചെയ്യേണ്ടത്. നമുക്ക് ഇതിൻ്റെ മുകളിൽ നേരത്തെ ഒട്ടിച്ചതുപോലെ ടിഷ്യൂ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മോൾ ഭാഗത്ത് ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിന് ക്ലേ നമ്മളൊരു നല്ല ഷേപ്പിൽ കട്ട് എടുത്തതിന് ശേഷം അതിൽ കുഞ്ഞു കുഞ്ഞു പീസസ് നമുക്ക് ഉള്ളിലോട്ട് മടക്കി കൊടുക്കാം. ഇനി നമുക്ക് റൂഫാണ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ റൂഫും കറക്റ്റാക്കി വെച്ച് കൊടുത്തു. അതിനുശേഷം നമ്മുടെ ടവർ നമ്മൾ കറക്റ്റായിട്ട് കളർ ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് റൂഫിന് ഷീറ്റ് ഇടാം. അതിന് നമ്മൾ കാർഡ്ബോർഡിൻ്റെ ഒരു സൈഡ് നമ്മൾ പീൽ ചെയ്തെടുത്തതിന് ശേഷം ഇങ്ങനെ നമുക്ക് കറക്റ്റ് ഷേപ്പിലല്ലാതെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസസ് ഉണ്ടാക്കിയെടുക്കാം. ഇത് നമുക്ക് താഴേന്ന് മുകളിലോട്ടുള്ള രീതിയിൽ ഒന്നിനു മേലെ ഒന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഒരു വശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇപ്പുറത്തെ സൈഡ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഈ കുഞ്ഞു റൂഫിന് നമ്മൾ വേറൊരു ടൈപ്പ് ഓഫ് റൂഫിംഗ് ആണ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് നീളത്തിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനി തൊഴുത്തിന് നമുക്കൊരു റൂഫ് ഉണ്ടാക്കിയെടുക്കണം. അതിന് ഒരു കമ്പിയുടെ മുകളിൽ ക്ലേ വെച്ച് ചുരുട്ടിയതിന് ശേഷം ഇങ്ങനെ പിന്നു വെച്ച് ഒരു വര ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് കുറച്ച് പലകിട്ട പോലെ രീതിയിൽ ആക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് വെറുതെ കുറച്ച് ഷീറ്റ് വിരിച്ചു കൊടുക്കാം. ഈ വീഡിയോ നമ്മൾ ഇത്രയും ചെയ്ത് നിർത്തുവാണ്. ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.